ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു വയറ് കാണാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എളാമ്മാൻ്റെ മോളെ വയറ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എളാമ്മാൻ്റെ മോള് എന്ന് പറയുമ്പോൾ ഉമ്മയുടെ അനിയത്തിൻ്റെ മോളെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉമ്മാലി ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മാലിയുടെ ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. അപ്പോൾ ആ ഒരു ഉമ്മാലി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ അതും വേറെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. നമുക്ക് പണ്ട് കാലത്തെ ഓർമ്മയുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് ഉമ്മാലി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താ പറയുക, നമ്മുടെ കുനാഫയൊക്കെ സെയിൽ ചെയ്യുന്ന, കുനാഫയൊക്കെ ബേക്ക് ചെയ്യുന്ന മോൾഡ് ഉണ്ടല്ലോ, ഇതാ ഈ ഒരു മോൾഡ്, അതിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ഉണ്ടാക്കി കാണിച്ചത് ഒരു ഗ്ലാസ് ബൗളിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ രീതിയിലും ഈ മെത്തേഡിൽ ഈ ഒരു ട്രേയിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം, ഞാൻ അതിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ചെറിയ പീസാക്കിയിട്ടിട്ട് ഈ ബൗളിൽ, പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഒരു പുതി ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 1 kg ഒരു ടിന്നാണ്. അപ്പോൾ ഞാനൊരു 1/2 kg ചെറിയ ടിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയ ശേഷം ആ ഒരു മോൾഡിലും ആക്കിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്താഷ്യൂ, അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഏതാ വേണ്ട അതിനനുസരിച്ച് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 3 ടൈപ്പ് നട്ട്സും എടുത്തിട്ടുണ്ട്. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മണത്തറിഞ്ഞ് ഇവിടെ ഒരാളെത്താറുണ്ട് കേട്ടോ. എപ്പോഴും കേക്കിനായാലും കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ ഏതൊരു സമയം കറക്റ്റ് അവൾ അറിയും. അപ്പോൾ വന്നിട്ട് നട്ട്സൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ആ നട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ ഒരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ബ്രെഡ് പീസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുൻപ് ആ ഉമ്മാലിയുടെ റെസിപ്പി കണ്ടവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണത് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മിൽക്ക് മിക്സ്ചർ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കും. ആ മിൽക്ക് മിക്സ്ചർ വെച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ട്രയൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അതിലും വല്ലാണ്ടൊന്നും നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീട്ടിലേക്ക് കഴിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ടൊന്നും ഇതിലിട്ട മാതിരി ഇട്ടിട്ടില്ല. അതിലും കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ വേണം, തേങ്ങ ചിരവിയത് കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇവിടെ പൊളിച്ച് വെച്ച തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചിരവി എടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഉമ്മാക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. എളാമ്മാൻ്റെ വീട്ടിലേക്ക് ഞാനും കുട്ടികളും മാത്രമാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളും ഞാനും അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അവിടെ എളാമ്മാൻ്റെ വീട്ടിലേക്ക് വേറെ എളാമ്മയുടെ മോളും അത് വേറെ 2 മക്കളും പിന്നെ അവരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം, പഞ്ചസാരയൊക്കെ ചേർത്തിട്ടൊരു മിക്സ് ഉണ്ടാക്കണം. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങ ചിരവിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന വീട്ടിലെ എളാമാക്കും ഈ ഒരു പ്രോഗ്രാം ഉണ്ട്. ഉമ്മാക്കും സിസ്റ്റർ ലോക്കൊക്കെ ഉള്ള ഈ പ്രോഗ്രാം പോകുന്ന വീട്ടിലുള്ള എളാമാക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നാൽ എളാമാക്ക് ധൈര്യമായിട്ട് പോരാലോ എന്നുള്ള രീതിയിലാണ് എളാമയിൽ നിൽക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ എവിടുന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഉച്ചക്കത്തെയുള്ള ഫുഡൊക്കെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊന്ന് കൂടുകയും ചെയ്യാം, ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സോക്കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കിയിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. എളാമ്മാൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ ഞങ്ങൾ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ.
അപ്പോൾ ഞങ്ങളിങ്ങനെ ഉമ്മമാരൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ സിസ്റ്ററിലോ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ മുട്ടക്കറിയും ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയൊരു ദിവസത്തെ അന്നത്തെ ഇതാണ് കേട്ടത്. ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെട്ടെന്ന് ഉണ്ടായതാണ്. നമുക്കൊന്ന് വയറ് കാണാം, വേറെ ഇളമാൻ്റെ മോളും കൂടെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള തേങ്ങ ചിരവിയിട്ട് അത് കുട്ടികൾക്ക് പാലപ്പത്തിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ഉമ്മ ഇവിടെ പൂളയും അതുപോലെ ഇണ്ണിത്തണ്ട് എന്ന് ഞങ്ങൾ പറയും. വാഴയുടെ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ. നിങ്ങൾ സ്ഥലത്തൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അത് വെച്ചിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് വിസിൽ വരിയിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് വൈകിട്ട് വന്നിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ മടിയായിരിക്കുമല്ലോ. ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. അതിലേക്ക് തേങ്ങ അരക്കൽ വന്നിട്ട് അങ്ങനെ. അപ്പം തേങ്ങാപ്പാലും ഉണ്ടാക്കി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകുന്നുണ്ട്. പിന്നെ അടിച്ചുവാരലും ക്ലീനിങ് ഒക്കെ ആയിട്ട് സിസ്റ്ററിലോയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ആരും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ചിരവി എടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ ഉണ്ടാക്കും. ഈ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ്. അപ്പോൾ ആ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി വെക്കുകയാണ്. വൈകുന്നേരം വന്നാൽ എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടാവും മടിയെന്ന് എനിക്കറിയില്ല. വൈകുന്നേരം എല്ലാവർക്കും പൊതുവെ മടിയായിരിക്കും അല്ലേ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം ചിരവി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. രാത്രി കൂട്ടാനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചോറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കുക, കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്നു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. രാവിലെ തന്നെ പോയാൽ കുറച്ച് സമയം ഇരിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ കുക്കർ വിസിലൊക്കെ വന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതും ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ചൂടോടെയാണ് കൊണ്ടുവന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിരകി വെക്കുന്നുള്ളൂ, ഇപ്പം തന്നെ അരച്ചു വെക്കുന്നില്ല. അരക്കൽ പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് അരച്ചു വെക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ വേറെ കുറച്ച് ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ വേറെ കാണാൻ. അത് ഇതൊക്കെയാണ് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ്. ഇതുപോലത്തെ പുളി, അതുപോലെ തന്നെ ഈത്തപ്പഴം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ സേമിയ മുട്ടായി, അതുപോലെ കടല മുട്ടായി, നാരങ്ങ മുട്ടായി, എള്ളുണ്ട 2 ടൈപ്പ് 2 കളറിലുള്ള എള്ളുണ്ട, പിന്നെ ഇംലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ വയറ് കാണാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വയറ് കാണാൻ പോകുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഉമ്മ അലി ഉണ്ടല്ലോ, അപ്പോൾ അതും കൊണ്ട് അങ്ങനെ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കൊണ്ട് അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ നട്സും കിസ്മിസും കൂടി ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്ക് ആയി വന്നതിന് ശേഷം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ വ്ളോഗ് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളാമ്മയുടെ വലിയ മോള്, വേറെ ഇളാമ്മയുടെ വലിയ മോള് പറഞ്ഞ് എന്നെ കണ്ടപ്പോൾ അവർക്ക് കേക്ക് കഴിക്കണം. ഞാൻ കേക്കൊക്കെ കൊണ്ടുവരുന്നതാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് കേക്ക് കഴിക്കണം, നമുക്കൊരു കേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഏകദേശം ഉച്ച 12:30 ആവാറായിട്ടുണ്ട്, 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും രസമായിട്ട് ഉണ്ടാക്കാമെന്നുള്ള എല്ലാവരും കൂടെ ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ബീറ്ററും പിന്നെ ഒരു പാലൻ നൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കേക്ക്, അവർക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന മുട്ട ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നാടൻ മുട്ടയാണ് അവിടെ ഉണ്ടായിരുന്നത്, അത് എടുക്കാമെന്നാണ് പറഞ്ഞയാളാം നമ്മുടെ മോള്. അങ്ങനെ മുട്ട വെച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കുകയാണ്. ബേക്കിംഗ് മോൾഡൊന്നും ഇല്ല, അപ്പോൾ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെ ഒരു ഉള്ളിലേക്കുള്ള ഒരു ഏരിയയിലാണ് ഇവരുടെ വീടടിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള കടയിൽ അതൊക്കെ കിട്ടുമോയെന്നൊന്നും ഉറപ്പില്ല. ആദ്യം അത് പറഞ്ഞു വെച്ചു, വെള്ളമ്മൻ്റെ മോനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു അതൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് തുടങ്ങാമെന്നില്ല. അപ്പോൾ അതൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു.
ചോക്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ക്രീമും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അവർ പോയി കൊണ്ടുവന്നു. എന്നിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മൈദയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്, ബട്ടർ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. കപ്പും ഉണ്ടായിരുന്നു കേട്ടോ, കപ്പുകളും സ്പൂണൊക്കെ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അളന്നെടുക്കാനൊക്കെ പറ്റി. ഇതൊരു 8 മുട്ട വെച്ചിട്ടാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. 2 കിലോയുടെ കേക്ക് വേണം, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 8 കിലോയുടെ കേക്ക്. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 8 മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെയുള്ള ബീറ്റർ എന്ന് പറഞ്ഞത് അത്ര വാട്ട്സ് വളരെ കുറവാണ്, 180 വാട്ട്സൊക്കെ എൻ്റെ ആദ്യത്തെ ബീറ്റർ ആ ഒരു ടൈപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ 300 വാട്ട്സൊക്കെ ഉള്ള ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന അത്ര ഫ്ലഫിനെസ്സും ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫിനെസ് ആയാലല്ലേ കറക്റ്റ് ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാനല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഏറ്റെടുത്തതാണ്. പിന്നെ എല്ലാവരും കൂടി കൂടാമെന്നും പറഞ്ഞ് അങ്ങനെ ഏറ്റെടുത്ത പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളിൽ 8 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ മുട്ടയാണ്, അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മുട്ടച്ചോയ വരുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 8 മുട്ട ഇതിലേക്ക് ചെറിയ ചെറിയ മുട്ടകളാണ്, അപ്പോൾ എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ മുട്ട ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പാലിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാല് ഉണ്ട്, അപ്പം വെച്ചിട്ടാണ് പാലുണ്ടോയെന്ന് ചോദിച്ചു. ചെറിയ മുട്ടയാണെന്ന് ഞാനപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാല് ഫ്രിഡ്ജിൽ കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ അങ്ങനെ കുറച്ച് പാല്, വളരെ കുറച്ച് കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർക്കുന്നുള്ളൂ. വാനില എസൻസും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ വിസ്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്, മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. വൈറ്റ് ഫോറസ്റ്റിനുള്ള സംഭവങ്ങൾ നമ്മൾ കൊക്കോ പൗഡർ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ്. പക്ഷേ വൈറ്റ് ഫോറസ്റ്റ് ആയി കിട്ടും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ചോക്ലേറ്റിന് പകരം മിൽക്കി ബാറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ മിൽക്കി ബാറാണ് കുട്ടികൾ കൊണ്ടുവന്നപ്പോൾ, അത് 5 രൂപയുടെ 10 രൂപയുടെ ചെറിയ മിൽക്കി ബാറാണ് കിട്ടിയിട്ട്. അതുകൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയി കിട്ടും ഇത്രയും വലിയ കേക്ക്, അത് ഒന്നും തികയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലൊരു പഴയൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സമയം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കാം കേട്ടോ. ഇത് ബേക്കായി വരുമ്പോഴേക്ക് എളാപ്പുണ്ട് മന്തിയും അൽഫാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എളാപ്പയും പോയിട്ടില്ല കേട്ടോ പ്രോഗ്രാമിന്. അപ്പോൾ എളാപ്പ ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് എളാപ്പ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളും ഞങ്ങളൊക്കെ ഇത് കഴിക്കുകയാണ് കേട്ടോ, ഫുഡ് കഴിക്കുകയാണ്. കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിക്കാതിരിക്കുന്നത്. പിന്നെ ക്രീം ബീറ്റ് ചെയ്യാണ്. ക്രീം ബീറ്റ് ചെയ്യാൻ ഇളമ്മയുടെ മോളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ, കുറച്ച് സമയം നിന്ന് ബീറ്റ് ചെയ്തോന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്ക് കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് കേക്ക്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വേഗം ലെയറാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നാമത് ഫ്ലഫിനെസ് കുറവായിരുന്നു മുട്ട ബീറ്റ് ചെയ്തപ്പോൾ. അത് മാത്രമല്ല പിന്നെ ഇത് നാടൻ മുട്ടയാണ്. അപ്പോൾ ഇളമ്മൻ്റെ മോള് പറയുന്നുണ്ട് മുന്നേ ദിവസം ഇതുപോലെ കേക്ക് നാടൻ മുട്ട വെച്ചുണ്ടാക്കിയെന്നു, ഇതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ഇതുവരെ നാടൻ മുട്ട വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് കഴിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോഴേക്ക് ഇതാ എളാപ്പ വീണ്ടും ചോക്കോബാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോക്കോബാറും കഴിച്ച് എന്താ പറയുക, കുട്ടികളൊക്കെ ചോക്കോബാറൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ മിൽക്കി ബാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ചേ ഉള്ളൂ, ചെറിയ മിൽക്കി ബാറാണ്, അത് 5 അതിലേക്ക് കുറച്ച് ക്രീമും ചേർത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചോക്കോബാറും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇളമ്മമാരൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഐസിങ് എല്ലാം കഴിയണമെന്നായിരുന്നു പ്ലാന്. പക്ഷെ നടന്നില്ല കേട്ടോ. കേക്കൊക്കെ ബേക്കായി വന്ന് അത് പിന്നെ തണുക്കൊക്കെ വേണ്ട. പക്ഷെ ശരിക്കും തണുക്കുന്നതിന് മുന്നേ തന്നെ ഐസിങ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി എടുത്തതൊക്കെ വെച്ചിട്ട് ചെയ്യാണ്.
അപ്പോൾ അവർ വന്നപ്പോൾ ആകെ ഇതായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ അവരെ കാണാതെ വേഗം അവർ വരുമ്പോഴേക്കും കേക്ക് സെറ്റാക്കി എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അവർ വന്നപ്പോൾ ഐസിങ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ക്രീമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പാലറ്റ് നൈഫ് മാത്രം, ടേണിങ് ടേബിളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തന്നെ അങ്ങോട്ട് കറക്കുകയാണ്. ടേണിങ് ടേബിളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അതാ ചോക്ലേറ്റ് ഗനാശ, വളരെ കുറച്ച് മാത്രമേ ചോക്ലേറ്റ് ഗനാശേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്, ഓരോ ലെയർക്കും കൊടുത്തിട്ട്. ചോക്ലേറ്റ് ഗേറ്റ് ചെയ്തിടാനൊന്നും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കാണുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കേക്കിന്. എന്നാലും അവർക്ക് ഈ കേക്ക് മതി എന്ന് പറഞ്ഞു, കേക്ക് ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കേക്ക് തട്ടിക്കൂട്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫിനിഷിങ് ചെയ്യാനൊന്നും അധികം സ്ക്രാപ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചൊക്കെ ഫിനിഷിങ് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ഇപ്പോൾ ഇളമാരെ മക്കളല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേഗം ഇളമാൻ്റെ മോന് വേഗം പോകാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തുക. ആ സമയം അവനൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കിട്ടിയെന്ന് മാത്രം. പിന്നെ കേക്കൊക്കെ പാർസലാക്കി കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള കണ്ടീഷനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് കഴിക്കാൻ എന്തായാലും ടൈം കിട്ടൂല. പിന്നെ ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഫ്ലേവറോ കളറൊക്കെ മാറണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടല്ലോ ബദാം മിക്സ്, വെള്ളമൊക്കെ കലക്കാൻ യൂസ് ചെയ്യുന്നത്, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കി ക്രീം കോട്ടിങ് ചെയ്ത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഈ ഒരു പാലറ്റ് നൈഫ് മാത്രം വെച്ചിട്ട് എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം തന്നെ കട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് സമയം പെട്ടെന്ന് ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. സൈഡിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഫ്രീസറിലും കൂടെ വെക്കുകയാണ്. നമ്മൾ ഒരു 1/2 kg ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് കറക്റ്റായിരുന്നു കേട്ടോ. 1/2 kg ആ ഒരു ക്രീം ഇതിലേക്ക് കറക്റ്റായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. ആ ഫ്ലവറൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട്, അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ വെച്ചു. എക്സ്ട്രാ കുറേ ഡെക്കറേഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഫോൾഡുകളുണ്ട്, അതുപോലെ എഗ്ഗ് സ്മെല്ലുണ്ട്. പക്ഷേ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞ് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലയെന്ന്, അവർക്കൊക്കെ കേക്ക് ആയാൽ മതി. അപ്പോൾ അങ്ങനെ, അപ്പോൾ എളാമനെ കൊണ്ട് അത് കട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. Happy birthday to you. Happy birthday, Emma. Happy birthday, Emma. No, നോക്കിക്കോ, നിനക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നൊരു കേക്ക് ഉണ്ടാക്കലും എല്ലാം കൂടെ ഒരു കിടുക്കാച്ചി ഇടയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്